ഹായ് മക്കളെ, നീയ മിസ് ആണ്. പ്ലസ് വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി ആയിരിക്കുകയാണ്. അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റ് അല്ല, പക്ഷേ അത് ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നും കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി എക്കണോമിക്സിന്റെ കാര്യം, പ്ലസ് വൺ എക്കണോമിക്സിൽ നമുക്കറിയാം 2 ഭാഗങ്ങളാണുള്ളത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സും. ഈ 2 ഭാഗങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഒന്നൊരു തിയറി പാർട്ടും അടുത്തൊരു പ്രോബ്ലം പാർട്ടുമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ കൃത്യമായി പഠിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മിസ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നത്? ഇപ്പോഴേ കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്കൊരു ജനുവരി ആകുമ്പോഴത്തേക്കും എല്ലാ ചാപ്റ്ററും തീർത്ത് പിന്നെ റിവിഷൻ തുടങ്ങാനുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഇതുവരെ 3 ചാപ്റ്റർ ആണ് പഠിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990. ഇതാണ് ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള 2 ചാപ്റ്ററിൽ. സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ 1 ചാപ്റ്റർ ആണ് പഠിച്ചിട്ടുള്ളത്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അത് നമുക്കൊരു വാതിൽ ചാപ്റ്റർ ആണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്നാണ് ആദ്യം തുടങ്ങാം. അതിൽ നിന്ന് എപ്പോഴും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, പ്രാധാന്യത്തെ പറ്റി എഴുതുക എന്നുള്ളത്. എന്ത് എഴുതിയാൽ മതി? എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഒരുപാട് മാറ്റി ചോദിക്കാം. എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ഒക്കെ ആൻസർ ഇമ്പോർട്ടൻസ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. കൺഫ്യൂഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല. ഇനി കമ്മിങ് ടു ഇന്ത്യൻ എക്കോണമിക് പാർട്ട്, അവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത്, ഇൻഡിപെൻഡൻസിന് മുന്നേ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ള പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് ആദ്യത്തെ ചാപ്റ്റർ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല, നമ്മുടെ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് What were the reasons for the stagnation of agriculture sector in India during the British period? ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ എന്തുകൊണ്ടാണ് സ്റ്റാഗ്നന്റ് ആയി പോയത്, നിശ്ചലമായിട്ട് പോയത്? അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? നമുക്കറിയുന്ന റീസൺസ് എന്തൊക്കെയാണെന്ന്. വളരെ മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ജമീന്ദാരി സിസ്റ്റം. അതെന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. എന്നാൽ ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിച്ചു വാരി സമയം പോകുന്നത്, എനിക്ക് എല്ലാം അറിയാം, 2-3 പേജ് എഴുതാൻ നിൽക്കരുത്. ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ്, അതിൽ കൂടുതൽ എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കേ തരാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഒരിക്കലും 8 മാർക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ മാർക്കിനനുസരിച്ച് മാത്രം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 2ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗോൾസ് ഓഫ് 5-year പ്ലാൻ. എന്തൊക്കെയാണ് 5-year പ്ലാനിന്റെ എയിം? നമ്മൾ ഒരു കോഡിലൂടെ അത് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ കോഡ്? GEMS, ജേംസ്. അത് നമ്മൾ മിഠായി ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ജേംസ്? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോത്ത് എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിനിടയിൽ എന്തൊക്കെയാണ് വരുന്നത് എഴുതുക. അതേപോലെ തന്നെ ഇക്വിറ്റി അടിയിലും മോഡേണൈസേഷൻ അടിയിലും സെൽഫ് റിലയൻസ് അടിയിലും കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എത്ര മാർക്കിനാണെന്ന് അറിയാമോ? 5 മാർക്കിനാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കോഡ് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്കത് എഴുതിക്കൂടെ? അങ്ങനെയുള്ള ചെറിയ ട്രിക്സും ടിപ്സും കൂടെ മിസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഈ 3 ചാപ്റ്ററിൽ നമുക്ക് ആവർത്തിച്ച് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം മക്കളുമാർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനിലോ ഈ ക്വസ്റ്റ്യൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതിനുള്ളൊരു റിപ്ലൈ വീഡിയോയുമായിട്ട് മിസ് വേഗം വരുന്നതായിരിക്കും.